ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടി പ്രഭാവതി മുത്തശ്ശിയുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം പണയപ്പെടുത്തിയത് തിരിച്ചെടുക്കാം എന്ന് പറയാണ്. അതിനുള്ള സാവകാശം 1 മാസത്തിനുള്ളിൽ ഞാൻ ആ തുകയുമായിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ മനോഹരം വാക്ക് മാറരുത് എന്ന് പ്രഭാവതി പറയുമ്പോൾ മനോഹരം പറയാൻ ഇല്ല, ഞാൻ വാക്ക് മാറില്ല. 1 മാസം കഴിഞ്ഞ് പ്രഭാവതി പൈസയുമായിട്ട് വന്നാൽ ഉറപ്പായും ശരത്തിൻ്റെയും നിത്യയുടെയും വിവാഹം ഞാൻ നടത്തിത്തരും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സന്തോഷ വാർത്ത ദേവികയുടെ അടുത്തേക്ക് ചെന്ന് നിത്യ പറയുകയാണ്, പ്രഭാവതി പൈസയുമായിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ കണക്ക് കൂട്ടൽ പോലെ നടക്കുന്നുണ്ട് ദേവികേടത്തി എന്ന് പറയുമ്പോൾ ഇനി എന്താണ് ദേവികേടത്തിയുടെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിത്യയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഇനി നമ്മുടെ അടുത്ത പ്ലാന്. അപ്പോൾ ശരത്തിനും പ്രഭാവതിക്കും ഒരിക്കലും സംശയം വരാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ഇനി കളിക്കാൻ. അപ്പോൾ സ്ഥലം നമ്മളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അവനെടുത്തുകൊണ്ട് പോയ ആ സ്ഥലം പണയം വെച്ച് ആ സ്ഥലം അവനെ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചെടുപ്പിക്കുകയും ചെയ്യാം. കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. അതിനുള്ള വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെയാണ് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിത്യയ്ക്ക് ദേവിക പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ദേവിക പറഞ്ഞ ആ ഐഡിയ കേട്ടപ്പോൾ നിത്യ ഇത് കൊള്ളാം, ഇതെന്തായാലും ഉറപ്പായും ഇതിൽ ശരത്ത് വീഴും, ഉറപ്പായും ശരത്തിനും പ്രഭാവതിക്കും ഒരു സംശയവും വരില്ല എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുകയാണ്. പിന്നീട് ചന്ദ്രലേഖ പ്രേമയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ പ്രേമ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രേമേച്ചി ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയാണ്, നിന്റെ ഒരു സഹായവും വേണം. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് നിനക്ക് കഴിക്കാനുള്ളതല്ല, അത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. നീ എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്ര വീണ്ടും അഭിനയിച്ചുകൊണ്ട് പറയാണ്, പ്രേമേച്ചി എന്നോട് ഒന്ന് ക്ഷമിക്കുക, ഞാൻ ചെയ്തതെല്ലാം ഞാൻ മാപ്പ് ചോദിച്ചില്ലേ, ഇനി എന്തിനാണ് പ്രേമേച്ചി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോൾ നിന്റെ ഈ നാടകമൊന്നും എൻ്റെ മുന്നിൽ ചെലവാവില്ല. നിന്നെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു, അതിനുള്ളത് നീ എനിക്ക് തരികയും ചെയ്തു. നീ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് കരയുമ്പോഴും നിന്നെ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ജയിലിൽ കിടന്ന ആ അവസ്ഥയാണ്. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്നും പോയിക്കോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നെ ഞാൻ ജയിലിൽ കിടത്തിയിട്ടേണ് എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പക തീരൂ. അതുവരെ ഈ പ്രേമ നിന്നോട് ക്ഷമിക്കില്ല. അത് പ്രേമേച്ചി എനിക്കുള്ള ദേഷ്യം എന്താണെന്നുള്ളത് പ്രേമേച്ചിക്ക് അറിയായിരുന്നില്ലേ? സിദ്ധുവേട്ടൻ ദേവികയെ സ്നേഹിക്കുന്നത് കൊണ്ടായിരുന്നു എനിക്ക് ദേഷ്യമുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തിനാണ് പ്രേമേച്ചി എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പോഴെന്താ സിദ്ധു ദേവികയെ സ്നേഹിക്കുന്നില്ലേ? നീ നിൻ്റെ നമ്പറൊക്കെ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഇതൊന്നും ഈ പ്രേമയുടെ മുന്നിൽ ചെലവാവില്ല. ഇനി നീ എന്ത് നാടകം വന്ന് കളിച്ചാലും ഈ പ്രേമയെ നിൻ്റെ വലയിൽ വീഴ്ത്താമെന്ന് നീ ഉദ്ദേശിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയെ കിച്ചണിൽ നിന്നും ആട്ടി ഓടിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര അവിടെ നിന്നും പോയിട്ട് ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എനിക്കറിയാം. മൂർഖം പാമ്പിനെയാണ് ഇവർ ചവിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കുള്ളതൊക്കെ ഞാൻ വഴിയെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് ഉള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര ഇരിക്കുന്ന സമയത്ത് ചന്ദ്ര ഇതൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് തങ്കച്ചി ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ, നിന്റെ വലയിൽ അവർ വീണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വലയിൽ അവർ വീഴുന്നില്ല, എനിക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യം അടക്കാനും കഴിയുന്നില്ല. എന്നെ ഇപ്പോൾ അവരെന്തൊക്കെയാണെന്നോ കാണിക്കുന്നത്, എന്നെ എല്ലായിടത്ത് വെച്ചും ഞാൻ എന്ത് മിണ്ടിയാലും എന്നെ ആട്ടി ഓടിക്കുകയാണ്. എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. എപ്പോഴാണാവോ ഞാൻ ക്ഷമ നശിച്ച് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് തങ്കച്ചി പറയണേ, ചന്ദ്രേ നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ വരട്ടെ, ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഞാൻ കണ്ടില്ലേ 22 വർഷമാണ് ഞാൻ ക്ഷമിച്ചത്. അതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ ശത്രുക്കളോട് പൊരുതാൻ തുടങ്ങിയത്. അതുപോലെ നിനക്കും ഒരു അവസരം വരും. അതുവരെ നീ എല്ലാം ക്ഷമിക്കണം. അതല്ല നീ തന്നെ അറിയാതെ നീ അങ്ങ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ വീടിൻ്റെ പടിക്ക് പുറത്താവും നിൻ്റെ സ്ഥാനം. പിന്നെ നിനക്ക് അതിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്ന് നീ കരുതണ്ട. അതുകൊണ്ട് ക്ഷമയോട് ഓരോ കരുക്കളും നീക്കേണ്ടത്. അതുവരെ നീ കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചി ഉപദേശിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തങ്കച്ചി പറയണേ, നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ, ദേവികയോട് പ്രതികാരം ചെയ്യണ്ടേ, സിദ്ധുവിനോട് പ്രതികാരം ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ അതുവരെ നീ കാത്തിരിക്കുക. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ അത് നിനക്ക് തന്നെയാണ് ഗുണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ച് ഫോൺ വെക്കുന്നത്. അപ്പോൾ ചന്ദ്ര പ്രേമയുടെ അടുത്തേക്ക് സോപ്പിട്ട് ചെല്ലുന്ന ആ സമയത്ത് പ്രേമ പറയുന്നുണ്ട്, നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. നിൻ്റെ ആ കൂട്ടുകാരി ഉണ്ടല്ലോ റൂബി, അവൾ എന്നെ അടിച്ചു. അതിനൊക്കെയുള്ള പക എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അതിനെല്ലാം ഞാൻ പകരം ചോദിക്കാതെ എൻ്റെ മനസ്സിൽ നിന്നും എന്നോടുള്ള പക തീരില്ല എന്ന് ചന്ദ്രയോട് പ്രേമ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്ര റൂബിയെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രയെ കാണാൻ വേണ്ടി അവിടേക്ക്
അവിടേക്ക് ചന്ദ്രയുടെ ബന്ധുവാണെന്ന് പറഞ്ഞു ഒരാൾ വരുന്നത്. അപ്പോൾ അയാളെ കണ്ടതോടുകൂടി പെട്ടെന്ന് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലാണ്. എന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കാണ്ട് അപ്പോൾ ചന്ദ്രയും ബന്ധുവും കൂടി സംസാരിക്കുന്നത് സിദ്ധുവിൻ്റെ അച്ഛൻ കാണുകയാണ്. ഇവളിതിപ്പോൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? അത് മാറി നിന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതിപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് സിദ്ധുവിൻ്റെ അച്ഛൻ നോക്കുന്നത്. അങ്ങനെ ചന്ദ്രയോട് അയാൾ പറയാണ്, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്നാൽ നീ എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടേക്ക് പോയിക്കോ, ഞാൻ അപ്പോഴത്തേക്കും അവിടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ് അയാൾ എന്നെ പറഞ്ഞു വിടാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്ര അകത്തേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് സിദ്ധുവിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ചന്ദ്ര ഒന്ന് ഷോക്കാവാണ്. ഇയാളെങ്ങാനും ആ വന്ന ആളെ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല ചന്ദ്രേ, ആരാണ് ഇപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ ഒരു ബന്ധുവാണ്. ബന്ധുവായിട്ട് എന്താ നീ എന്താ പുറത്ത് നിർത്തി സംസാരിച്ചത്? നിനക്ക് അകത്തേക്ക് കൊണ്ടുവരായിരുന്നില്ലേ? അത് പിന്നെ അച്ഛാ, എൻ്റെ ബന്ധുക്കളെ കണ്ട സിദ്ധുവട്ടം വെറുതെ ദേഷ്യപ്പെടും, അതുകൊണ്ടാണ്. എന്നോടിപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും ദേഷ്യപ്പെട്ടിട്ടല്ലേ പെരുമാറുന്നത്. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ വെറുതെ എന്നോട് ഇവിടെ ഉള്ളവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണണ്ട എന്ന് കരുതിയിട്ടാണ്. അത് അവർക്ക് വല്ലാത്ത വിഷമവും. അവരുടെ മനസ്സിൽ ഞാനിവിടെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നാണ്, എന്നോട് നിങ്ങളെല്ലാവരും നല്ലതുപോലെ പെരുമാറുന്നു എന്നാണ് അവരൊക്കെ കരുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, നിന്നോടിപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് നീ പറഞ്ഞല്ലോ, ഇതിനൊക്കെ കാരണക്കാരി ആരാണ്? നീയല്ലേ ആദ്യം മുതലേ ഞങ്ങളോട് വെറുതെ പകയോട് കൂടി പെരുമാറിയതും ഞങ്ങളെ ദ്രോഹിച്ചതും. ഇപ്പോഴല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ കാത്തിരിക്ക്, ഇവിടെയുള്ളവരുടെ സ്വഭാവവും ഇന്നല്ലെങ്കിൽ നാളെ മാറും. അതുവരെ നീ ക്ഷമിക്ക്. അതുവരെ നീ ചെയ്ത ദ്രോഹത്തിന് ചെറിയൊരു ശിക്ഷ നിനക്ക് കിട്ടിയെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര പറയണേ, ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം അച്ഛാ, എന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും അഭിനയിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനാണെങ്കിലോ ചന്ദ്രയുടെ ഈ അഭിനയം കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. അപ്പോൾ അച്ഛാ, സിദ്ധുവേട്ടൻ വന്നാൽ എൻ്റെ ബന്ധു വന്നിരുന്നു എന്നൊന്നും സിദ്ധുവേട്ടനോട് പറയണ്ട, സിദ്ധുവേട്ടൻ എന്നോട് വെറുതെ ദേഷ്യപ്പെടും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടെ. അങ്ങനെ ചന്ദ്ര സിദ്ധുവിൻ്റെ അച്ഛനുമായി സംസാരിച്ചത് കണ്ടുകൊണ്ട് രംഗം വരികയാണ്. അപ്പോൾ എന്താണാവോ മരുമകൾ അച്ഛനോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഒരു ബന്ധു വന്നിരുന്നു അവളെ കാണാൻ. അപ്പോൾ സിദ്ധുവിനെ പേടിച്ചിട്ട് അവൾ അകത്തേക്ക് വിളിച്ചില്ല, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്താ അച്ഛൻ എത്ര വിശ്വസിച്ചു? അവൾ വെറും കള്ളിയാണ്, അവൾ അഭിനയിക്കുകയാണ്, അത് അവളുടെ ബന്ധു ഒന്നും ആവില്ല. മറ്റെന്തോ ഒരു നിഗൂഢതയുണ്ട് അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും. ഇത് എന്തിനോ ഉള്ള ഒരു തുടക്കമാണ്, നമ്മൾ കിട്ടി എന്തോ ഒന്ന് അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ വെറുതെ അവളെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, എപ്പോഴും ഒരു കണ്ണ് അവളുടെ മേലുണ്ടാവണം. അവൾ എന്തോ ഒന്ന് കെണി ഒപ്പിക്കുന്നുണ്ട് നമുക്കെതിരെ എന്ന് പറയുമ്പോൾ ഇനി എന്ത് കെണി ഒപ്പിക്കാനാണ് എന്ന് അച്ഛൻ പറയുമ്പോൾ പറയാൻ കഴിയില്ല, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു തവണ നമ്മൾ ഇപ്പോൾ കെണിയിൽപ്പെട്ട് ഇനി വീണ്ടും അവളുടെ കെണിയിൽപ്പെട്ടാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല, അത് എപ്പോഴും അച്ഛൻ ഓർക്കണം. അവർ സംസാരിക്കുമ്പോഴാണ് ചന്ദ്ര പുറത്തേക്ക് പോവാൻ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ചന്ദ്ര നീ എവിടേക്കാണ് പോകുന്നത്? അതോ അച്ഛൻ എനിക്ക് പുറത്ത് പോയി അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാൻ. എന്ത് കാര്യമാണ്? അല്ല അത് വന്നിട്ട് പറയാം അച്ഛാ. എന്താ ഇപ്പോൾ പറയാൻ കഴിയില്ല? ഇല്ല അച്ഛാ, ഞാൻ പോയി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ, ആ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, അവളെ സംശയത്തോടുള്ള കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, എന്തോ എനിക്കങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ രംഗം പറയണേ, ഇപ്പോൾ അച്ഛന് മനസ്സിലായില്ലേ, അവൾ എന്തോ ഒരു നിഗൂഢത ഒപ്പിക്കാൻ തന്നെയാണ് അവളാ പോകുന്നത്, അവളുടെ ആ പോക്കിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അച്ഛാ, ഞാനൊന്ന് അവളെ പോയി നിരീക്ഷിച്ചാലോ? അതൊന്നും വേണ്ട, എൻ്റെ മനസാക്ഷി അതിനൊന്നും സമ്മതിക്കില്ല. അവളെ പോലെ നമ്മളും ആവാൻ പറ്റില്ലല്ലോ. പക്ഷേ അച്ഛ അങ്ങനെ വിട്ടുകൊടുക്കരുത്. തെറ്റും ചെയ്യാത്ത പ്രേമയെ അവൾ ജയിലിൽ കയറ്റിയില്ലേ, അതുപോലെ അടുത്തത് ഇനി അവളുടെ പ്ലാൻ ഞാനാണെങ്കിലോ. അതുകൊണ്ട് എനിക്ക് മുൻകരുതൽ എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്ക് അവളുടെ മേലൊരു കണ്ണുണ്ടാവും. അവളുടെ എല്ലാ നീക്കവും ഞാൻ മനസ്സിലാക്കിയിരിക്കും. അവൾ അറിയാതെ അവളെങ്ങാനും കണ്ടുപിടിച്ചാലോ എന്ന് സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഞാൻ അവളെ നിരീക്ഷിക്കുകയുള്ളൂ. കാരണം എനിക്ക് ഈ വീടിനെ രക്ഷിക്കണം, എനിക്കൊരു മുൻകരുതൽ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് രംഗൻ ചന്ദ്രയെ പിന്തുടരാൻ പോവുകയാണ്. ഈ സമയം മനോഹരൻ്റെ അടുത്തേക്ക് പാർവതി വരികയാണ്. എന്നിട്ട് പറയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി കേസ് കൊടുക്കാൻ പോവുമായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? കേസ് കൊടുത്തോ? അക്ഷരയ്ക്കും നിരഞ്ജനുമെതിരെ? ഞങ്ങൾ കൊടുത്തിട്ടില്ല, അതിനൊരു സമയമുണ്ട്. എന്ത് സമയം? ഇനി എന്ന് കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും അന്ന് കേസ് കൊടുക്കുകയാണെന്നും പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്നിട്ടിപ്പോൾ എന്താ ദേവിക പറഞ്ഞോ കൊടുക്കണ്ട എന്നുള്ളത്? ആ, ചിലപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടാവും കൊടുക്കണ്ട എന്നുള്ളത്. കേസ് അന്വേഷിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ആ സിദ്ധുവും കൂടി പെടും. അതുകൊണ്ടായിരിക്കും അവൾ കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. എന്നോട് ദേവിക കേസൊന്നും കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് സുധിയുടെ കൊലയാളി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദേവിക മോളാണ്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. അത് കേട്ടപ്പോൾ പാർവതിക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട, ഞാൻ പോയി കൊടുക്കും, എനിക്ക് കൊടുക്കാമല്ലോ, ഞാൻ സുധിയുടെ അമ്മയാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. നീ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങിയാൽ അതോടുകൂടി നീ ഈ വീട്ടിൽ നിന്നും പുറത്താവും. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല. ഇവിടെ തല ഇരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞു മതി ആലാടൽ. അതുവരെ നീ ഇനി എന്നെ അനുസരിക്കാതെ എന്നെ ധിക്കരിച്ചെങ്ങാനും കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ എന്ന് പറഞ്ഞ് മനോഹരൻ പാർവതിയുടെ നേരെ ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ പാർവതിക്ക് ദേഷ്യം പിടിക്കാണ്. മനോഹരേട്ടൻ ഇതെന്ത് ഭാവിച്ചിട്ടാണ് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസും കൊടുക്കുന്നില്ല, എന്നിട്ടിപ്പോൾ ദേവികയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഈ സമയം ചന്ദ്ര ആ ബന്ധുവിൻ്റെ അടുത്തേക്ക് എത്താണ്. എന്നിട്ട് എന്തിനാണിപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ചന്ദ്രേ നിന്നെ ചോദിച്ച് അയാൾ വന്നിരുന്നു. ആര്? ഞാൻ അയാൾ അറിയാതെ അയാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാം കേട്ടോ. ആ ഫോട്ടോ കണ്ടതോടുകൂടി ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഇയാൾ എന്താണ് വീട്ടിൽ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഇയാൾ നിന്നെ ചോദിച്ചിട്ടാണ് വന്നത്. ചന്ദ്ര ഇപ്പം എവിടെയാണ് ഉള്ളത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞത് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, ചന്ദ്രയെ അന്വേഷിച്ച് ഞാൻ വീണ്ടും വരും, ചന്ദ്ര എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോയത്. നിനക്കറിയോ ഇയാളെന്നെ? ഇയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ചന്ദ്രയുടെ ബന്ധു ചോദിക്കുന്നുണ്ട്, ഇയാളും നീയും തമ്മിൽ എന്ത് ബന്ധമാണ്? അയാൾ എന്തിനാണ് നിന്നെ അന്വേഷിച്ചു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് മൊബൈലിൽ ഈ ബന്ധു അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് റൂബി കാണുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്താണ് ഈ സംസാരിക്കുന്നത്, എന്താണ് ഈ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ റൂബി ഇങ്ങനെ മറഞ്ഞു നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് ചന്ദ്രയുടെ ആദ്യ ഭർത്താവായിരിക്കും. ഇനിയാണ് ചന്ദ്രയുടെ കള്ളത്തരം പുറത്താവാൻ പോകുന്നത്. അങ്ങനെ ഈ ബന്ധു പോയ ശേഷം റൂബി ഇനി ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. ആരാണ് അയാൾ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നിനക്ക് എന്താണ് അയാൾ മൊബൈലിൽ കാണിച്ചു തന്നത് എന്നൊക്കെ ചന്ദ്രയോട് ചോദിക്കും കേട്ടോ. ആ സമയത്ത് ചന്ദ്ര ഇങ്ങനെ പതറുകയാണ്. അപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ പതറുന്നത്? എന്നോട് നീ സത്യം പറയും. നിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും എല്ലാത്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നതാണ്. എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ എന്ന് പറയും. അങ്ങനെ ചന്ദ്ര ഇനി അക്കാര്യങ്ങളൊക്കെ റൂബിയോട് തുറന്നു പറയും. അങ്ങനെ ചന്ദ്രയുടെ ആദ്യ ഭർത്താവ് എത്തുകയാണ്.